അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. ഇന്നത്തെ വിദ്യാഭ്യാസവും അന്നത്തെ വിദ്യാഭ്യാസവും തമ്മിൽ അച്ചക്കച്ചാന്തരമുണ്ട്. ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്ന ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയതാരാണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെക്കാളെ സാഹിബ് എന്ന് ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന മെക്കാളെ പ്രഭുവാണ് ഈ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കിയത്. അന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കത്തെഴുതി, ഞാനിവിടെ നടപ്പിലാക്കാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ യഥാവിധി നടപ്പിലായ കേവലം 50 വർഷം കൊണ്ട് ഓരോ ഭാരതീയനും കെട്ടിലും മട്ടിലും നടപ്പിലും എടുപ്പിലും ഒക്കെ ഭാരതീയനായിരിക്കും, പക്ഷെ അവൻ ആന്തരിക തലത്തിൽ വെള്ളക്കാരനായി മാറുമെന്ന് പറഞ്ഞു. ആയില്ലേ നമ്മളൊക്കെ? നമ്മളൊക്കെ ആരാ? കറുത്ത സായിപ്പന്മാർ. നമ്മുടേതായ എല്ലാത്തിനോടും നമുക്കൊരു തരം അവജ്ഞ. എന്തിനും ഏതിനും പടിഞ്ഞാറ് നോക്കികളായി അധപ്പതിക്കുന്ന ആ സംസ്കാരത്തിന്റെ വക്താക്കളായി നമ്മളൊക്കെ മാറുന്നു. SSLC കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത വിദ്യാഭ്യാസം അല്ലേ ഇവിടെ നടക്കുന്നത്? വൈദ്യശാസ്ത്രം മാത്രം എടുത്തു നോക്കൂ. കണ്ണിന് ഡോക്ടർ, പല്ലിന് ഡോക്ടർ, എല്ലിന് ഡോക്ടർ, തലയ്ക്ക് ഡോക്ടർ, ഞരമ്പിന് ഡോക്ടർ, അതിനെല്ലാം ഓരോ ഓമന പേര്. ഏതെങ്കിലും ചെറിയ അസുഖം ബാധിച്ച് ചെറിയ വയറ്റുവേദനയുമായിട്ട് ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ വിശദമായി പരിശോധിച്ച് അടുത്ത ഡോക്ടറെ അടുത്തേക്ക് റെഫർ ചെയ്തു. 16 ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നത് വെള്ളം പുറപ്പിച്ച് രാജകീയമായിട്ടായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്നു. അന്നത്തെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ, ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ജീവിതഗന്ധിയായ വിദ്യാഭ്യാസമായിരുന്നു. ഉത്തമരായ ഗുരുക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ ശിഷ്യത്വം അവരെ ഗുരുവായി അംഗീകരിക്കും, അവരുടെ ശിഷ്യത്വമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ഉത്തമരായ ശിഷ്യന്മാരെ ഗുരുക്കന്മാരെ തെരഞ്ഞെടുക്കുമായിരുന്നു. വിദ്യാർപ്പണം പാത്രമറിഞ്ഞ് കൊടുക്കാൻ അന്ന് കഴിയുമായിരുന്നു, ഇന്നത് കഴിയുന്നില്ല. ഇങ്ങനെ ഭൃഗുപുത്രന്മാരായ ആചാര്യന്മാരുടെ അടുത്താണ് അന്ന് വിദ്യാഭ്യാസം ഏൽപ്പിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 5-ാമത്തെ വയസ്സ് മുതൽ 7 വയസ്സിനകമായി ഉപനയനം നടക്കും. ഉപനയനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പൂണൂൽ ധരിക്കുന്ന ചടങ്ങ്. അതിനൊക്കെ പ്രത്യേക ചടങ്ങുകളാണ്. അത് കഴിഞ്ഞാൽ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് പഠിക്കാം. വേദമന്ത്രം പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, വ്യാകരണമായി പഠിപ്പിച്ചിരുന്നത് 4000 സൂത്രങ്ങളുള്ള പാണിനി സൂത്രമായിരുന്നു സംസ്കൃത വ്യാകരണ ഗ്രന്ഥം. അത് 8 മാസം കൊണ്ടും പഠനം തീർക്കണം. പറഞ്ഞു കൊടുക്കില്ല, എഴുതി കൊടുക്കില്ല, ഗുരുമുഖത്ത് നിന്ന് കേട്ടു പഠിക്കണം. അന്ന് പഠിക്കുമായിരുന്നു. ഇന്ന് 4000 സൂത്രങ്ങളുള്ള പാണിനി സൂത്രം 8 മാസം പോയിട്ട് 8 വർഷം പോയിട്ട് ഒരു പുരുഷായുസ് മുഴുവൻ ഇരുന്നാൽ കാണാതെ പഠിക്കാൻ കഴിയില്ല. പക്ഷെ അന്ന് ഇത് പഠിക്കുമായിരുന്നു. ബ്രഹ്മചര്യത്തിന്റെ ആ കാലഘട്ടം, ആ നിഷ്ഠ. അതിനുശേഷമാണ് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് പഠിക്കുന്ന 2 ശിക്ഷ പ്രകാരം. ശൗനക ശിക്ഷ അനുസരിച്ച്, യാജ്ഞവൽക്യ ശിക്ഷ അനുസരിച്ച്. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ശൗനക ശിക്ഷ അനുസരിച്ച് ഒരു മന്ത്രം നമ്മൾ ജപിക്കണമെങ്കിൽ, ഇപ്പോൾ ഐക്യമത്യ സൂക്തമാണ് ജപിക്കുന്നതെങ്കിൽ ശൗനക ശിക്ഷ അനുസരിച്ചാണെങ്കിൽ ഓം സം സമത്യുപസേ പ്രശന്നഗ്നേ വിശ്വന്നരിയ ഇളസ്പതേ സമദ്യസേ സനോപശൂന്യഭര ഈ ക്രമത്തിൽ ജപിച്ചു പോകും. മറിച്ച് യാജ്ഞവൽക്യ ശിക്ഷ അനുസരിച്ചാണെങ്കിൽ ഈ നിയമം മാറും. ഓം സം സമത്യുപസേ പ്രശന്നഗ്നേ വിശ്വന്നരിയ. ഇങ്ങനെ സാമവേദ ക്രമം അനുസരിച്ച് യാജ്ഞവൽക്യ ശിക്ഷ